ചൂടാണ്, പുറത്തിറങ്ങുമ്പോഴേ ചുട്ടുപൊള്ളുന്ന അവസ്ഥയാണ്. അപ്പോൾ ഈ ചൂടിങ്ങനെ കൂടി വരുന്ന സമയത്ത് ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് മുന്നിലുണ്ട്. ഇപ്പോൾ പുറത്തേക്ക് പോകുമ്പോഴാണെങ്കിലും വീട്ടിലാണെങ്കിൽ തന്നെയും നമ്മുടെ ആഹാര കാര്യങ്ങളിൽ ഒരുപാട് ശ്രദ്ധ വേണം ഈ ഒരു ചുട്ടുപൊള്ളി നിൽക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ ഭക്ഷണശീലങ്ങൾ, അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. ഏറ്റവും പ്രധാനം, നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നല്ലതുപോലെ വെള്ളം കുടിക്കണം എന്നുള്ളതാണ്. അത് ദാഹമില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക തന്നെ വേണം. ദാഹിച്ചാൽ മാത്രമേ വെള്ളം കുടിക്കൂ എന്നൊന്നുമില്ല. ചൂട് സമയമാണ്, നല്ല വെള്ളം കുടിക്കണം. പ്രത്യേകിച്ച് തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കണം. ഈ കണക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ദിവസം ശരിക്കും 10 ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കണം എന്നാണ്. അത് ഏറ്റവും മിനിമം ആണ്. പക്ഷേ അതിൽ കൂടുതലും വെള്ളം കുടിക്കണം. ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കണം, എപ്പോഴും ശ്രദ്ധിക്കണം. നമുക്കൊക്കെ ഉള്ളൊരു പ്രശ്നമാണ് ഈ വെയിലത്ത് നിന്ന്, ചൂടിൽ നിന്ന് പെട്ടെന്ന് വീട്ടിലേക്കൊക്കെ വരികയാണെങ്കിൽ ഉടനെ തണുത്ത വെള്ളം എടുത്ത് കുടിക്കുന്നത്. ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ വെയിലത്തുനിന്ന് ഉള്ളിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലേക്കൊക്കെ വരുമ്പോൾ ഉടൻ തന്നെ ഈ തണുത്ത വെള്ളം കുടിക്കാൻ നിൽക്കരുത്. അത് നമ്മുടെ ആരോഗ്യത്തിന്, പ്രത്യേകിച്ച് ഈ ഒരു ചൂട് സമയത്ത് നല്ലതല്ല. അടുത്തത്, പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണമാണ് ഈ ചൂട് കാലത്ത് കഴിക്കാൻ ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് കഞ്ഞിയൊക്കെ കഴിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അടുത്തത്, പച്ചക്കറികളും ഇലക്കറികളും ഒക്കെ നിർബന്ധമായിട്ടും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അതിലൊന്നും ഒരു കുറവും വിചാരിക്കരുത്. അടുത്തത്, നാട്ടിൽ കിട്ടുന്ന എന്ത് പഴവും അത് പരമാവധി കഴിക്കണം. പ്രത്യേകിച്ച് ഈ ചൂട് സമയത്തൊക്കെ ഈ ചക്കയും മാങ്ങയൊക്കെ ഒരുപാട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകും, നമ്മുടെ പറമ്പിൽ തന്നെ കിട്ടുന്നതായിരിക്കും. അത് മാത്രമല്ല, മറ്റ് പഴങ്ങൾ എന്ത് തന്നെയാണെങ്കിലും, തണ്ണിമത്തനാണെങ്കിലും ആപ്പിൾ ആണെങ്കിലും മറ്റ് പഴമാണെങ്കിലും എന്തായാലും ഈ സമയത്ത് കഴിക്കുക തന്നെ വേണം. അങ്ങനെ പഴം, അത് ആരോഗ്യത്തിന് എപ്പോഴും നല്ലതാണ്. പ്രത്യേകിച്ച് ചൂട് സമയത്ത് അതൊന്നും ഒരു കാരണവശാലും ഒഴിവാക്കരുത്. പിന്നെ തൈര്, മോര്, ചെറുനാരങ്ങ വെള്ളം എന്നിവ ഈ ചൂട് സമയത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഉപ്പിട്ടതാണ് എന്നുണ്ടെങ്കിൽ നാരങ്ങയുള്ള, ഉപ്പിട്ട നാരങ്ങയുള്ളോ മോരും ഒക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഈ വിയർപ്പിലൂടെ പുറത്തു പോകുന്ന സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ഇവയൊക്കെ തിരികെ ശരീരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ ഉപ്പിട്ട വെള്ളങ്ങളൊക്കെ ഒരുപാട് നമ്മളെ സഹായിക്കുന്നതായിരിക്കും. ആരോഗ്യത്തിന് നല്ലതാണ്. അതോടൊപ്പം തന്നെ മാംസാഹാരങ്ങളും ഫാസ്റ്റ് ഫുഡും അത് പരമാവധി കുറയ്ക്കണം. അതിപ്പോൾ ചൂട് സമയത്ത് മാത്രമല്ല, നമ്മുടെ ജീവിതശൈലിയിലൊക്കെ ആഹാരശീലങ്ങളൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ ഫാസ്റ്റ് ഫുഡൊക്കെ, വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക തന്നെ വേണം. അതായിരിക്കും നല്ലത്. ഒപ്പം എരിവ് കൂടിയ കറികളും ഒഴിവാക്കണം. അത് കഴിഞ്ഞിട്ട് പുറത്തേക്കൊക്കെ യാത്രയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ശീലമാണ് ഈ തണുത്ത പാക്കറ്റ് ജ്യൂസുകളും അതേപോലെ എനർജി ഡ്രിങ്കുകളും മറ്റ് തണുത്ത വെള്ളങ്ങളും ഒക്കെ വാങ്ങിച്ചു കുടിക്കുക എന്നുള്ളത്. ഇങ്ങനെയുള്ളവയൊക്കെ ഒഴിവാക്കുക. അതാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. ഏറ്റവും നല്ലത് തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കുക എന്നുള്ളത്. അതാണ് ഡീഹൈഡ്രേഷനൊക്കെ ഒഴിവാക്കാൻ ഏറ്റവും നല്ലത്. അത് തന്നെയാണ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ ആരോഗ്യം പോകാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഇതെല്ലാം തന്നെ ശ്രദ്ധിക്കുക, ആരോഗ്യം നിലനിർത്തുക.